സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കുമെന്ന് ആദ്യമായി ഒരു പ്രസ്താവന നടത്തിയ സാറാണ്. പക്ഷെ ആ വിജയം ഇപ്പോൾ അട്ടിമറിയെന്നാണ് CPM-ഉം കോൺഗ്രസും ഒരേ സ്വരത്തിൽ പറയുന്നത്. വോട്ടർ പട്ടികയിൽ പേര് ചേർത്തു, അതിൽ അട്ടിമറി ഉണ്ടായിട്ടുണ്ട്. എന്താണ്? അല്ല, ഇതിപ്പോൾ ജയിച്ചവൻ്റെ രോധനം. സുരേഷ് ഗോപിൻ്റെ ഒരു സിനിമയുടെ ഡയലോഗുണ്ട്, ഒരച്ഛൻ്റെ രോധനം. അത് തോറ്റവൻ്റെ രോധനം കിട്ടിയാൽ മതി. ഇത് നമ്മൾ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് പല മണ്ഡലങ്ങളിൽ ഈ രീതിയിൽ വോട്ടൊക്കെ ചേർക്കാറുണ്ട്. അത് നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പോൾ സുരേഷ് ഗോപി ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടും കേന്ദ്രമന്ത്രി ആയതുകൊണ്ടും കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ ജയിലിലടിക്കുന്ന സാഹചര്യം വന്നതുകൊണ്ട് ഇപ്പോൾ അത് വിവാദമായിരുന്നേ ഉള്ളൂ. അപ്പം ഇത് പൊതുവെ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നതാണ്, വോട്ട് ചെയ്ത്. പിന്നെ ചില ആളുകൾക്ക് 2 സ്ഥലങ്ങളിൽ വോട്ടുണ്ടാവും. ഇന്ന് ഭാര്യ വീട്ടിലുണ്ടാവും, ഒന്ന് സ്വന്തം വീട്ടിലുണ്ടാവും, ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുണ്ടാവും. ഇയാൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ അത്യാവശ്യം സ്വാധീനമുള്ള ആളാണെങ്കിൽ ഇത് ഇവർ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കും, ഇത് തള്ളില്ല. പിന്നെ പലരും ഇതങ്ങനെ നിൽക്കണ്ട ചെയ്യുക. പലർക്കും വോട്ട് കച്ചവടമാണ്. കാരണം 2 സ്ഥലത്ത് വോട്ട് ഉണ്ടെങ്കിൽ 2 സ്ഥലത്തും കാശ് മേടിച്ച് വോട്ട് വാങ്ങുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ ഉണ്ട് ആളുകൾ. പക്ഷെ അത് ആരോപണം ഉന്നയിക്കുന്ന സുനിൽകുമാറാണ്. അല്ല, ഇത് പൊതുവായിട്ട് പറഞ്ഞതാണ്. ചില ആളുകളൊക്കെ വോട്ട് വെക്കാൻ റെഡിയായിട്ടുണ്ട്, പക്ഷെ അതാരും അറിയില്ല. അത് രഹസ്യമായിട്ടുള്ള സംവിധാനം. ഇപ്പോൾ 2 വോട്ടുണ്ട് അവിടെ കിടക്കണമെന്ന് വിചാരിക്കുന്ന ആളുകളൊക്കെ ഇത് പൊതുവേ ഉള്ളതാണ്. ഇപ്പോൾ സുനിൽകുമാർ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചു. അപ്പം അന്വേഷിച്ച് കഴിഞ്ഞാൽ അതിൽ കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതിൻ്റെ ജനാധിപത്യം വളരെ സാർവത്രികമായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ ഇലക്ഷൻ അനുവദിച്ചിട്ട് വോട്ട് ചേർക്കലും അതിൽ ഈ പറയുന്ന തന്നെ മാതിരി കിട്ടാൻ സാധ്യതയുള്ള വോട്ടുകൾ അത് അവസാനം അന്വേഷിച്ച് പോകുമ്പോൾ നിയമവിധേയമായിരിക്കും. നിങ്ങൾ നോക്കിയോ, ഡോക്യുമെൻ്റ് നോക്കിക്കോളൂ, 6 മാസം വരെ അവിടെ ആ സ്ഥലത്ത് താമസം ഉണ്ടാവും. അങ്ങനെ അത് വരുള്ളൂ. ഈ തൃശ്ശൂരിലെ മാറ്റം തിരിച്ചറിയാൻ സാറിന് കഴിഞ്ഞു. പരാജയത്തിന് ശേഷം അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കഴിഞ്ഞു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ തൃശ്ശൂരിലെ പരാജയം അവർ അംഗീകരിക്കാത്തത്? എന്താണ്? അവരെ വിചാരം ഫ്ലൂക്ക് കിട്ടിയെന്നാണ്. അതുകൊണ്ടാണ് അവർ ഈ സുനിലിൻ്റെ പ്രശ്നം, സുനിൽ തൃശ്ശൂരിൻ്റെ കണ്ടുപിടിച്ച സുനിലാന്ന രീതിയിലായി സുനിൽ പ്രചാരണം നടത്തിക്കൊണ്ടിരുന്നു. നമുക്ക് അങ്ങ് ഇറങ്ങാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആളുകൾക്ക് എന്താ ഭ്രാന്തുണ്ട്? ആളുകൾ സുനിലിനെ ഏൽപ്പിക്കുക അല്ലെങ്കിൽ സുരേഷ് ഗോപിനെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവർ ആർക്കെങ്കിലും വരാതെ എഴുതപ്പെട്ടിട്ടുള്ളൂ. ആളുകൾക്ക് അതാത് സമയത്ത് ആരാണ് വേണ്ടതെന്ന് വെച്ചാൽ അവർ വോട്ട് ചെയ്യും. ഇപ്പം നിയമസഭയിലേക്കാണ് ഇലക്ഷൻ നടന്നതെങ്കിൽ ചിലപ്പോൾ സുനിൽ ജയിച്ചു. അത് സുനിൽ നല്ല MLA ആണ്, മാത്രമല്ല ജനങ്ങളുടെ ഇടപെടാൻ നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ ലോക്സഭയിൽ പോയിട്ട് സുനിൽ എന്ത് ചെയ്യാനാണ്? അതാണ് ആളുകൾ എന്ത് ചെയ്യും. സുരേഷ് വേണം, ഇംഗ്ലീഷ് ഉണ്ട്, ഹിന്ദി ഉണ്ട്, മോഡിൻ്റെ ക്ലോസ് ആണ്, എവിടെയും വിളിച്ച് സംസാരിക്കാനുള്ള ധൈര്യമുണ്ട്. അതാണ് തൃശ്ശൂർക്കാർക്ക് വേണ്ട ഒരു വളരെ ബൂമിങ് അഫ്ലുവൻ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് അവിടെ. ബിസിനസ്സുകാർ ഏറ്റവും കൂടുതലുള്ള സംഭവമാണ്. അവർ സുരേഷ് ഗോപിനെ പോലെ MP വേണ്ടത്. 2, ഞാനെന്ന് പറഞ്ഞൊരു കാര്യം സ്ത്രീകളുടെ വോട്ടാണ്. എല്ലാ പാർട്ടി സഖാക്കളുടെ ഭാര്യമാരെ വോട്ട് ഇവർ കൂടെ കയറില്ലല്ലോ. സുരേഷ് ഗോപി കിട്ടിയില്ല. ഞാനതൊക്കെ കൊണ്ടാണ് പറഞ്ഞത് വേറെ സുരേഷ് ഗോപി ജയിക്കുന്നു. കാരണം സ്ത്രീകളുടെ വോട്ട് കിട്ടും. സുരേഷ് ഗോപി ആദ്യം മത്സരിച്ച് സ്ത്രീകളുടെ വോട്ട് കിട്ടിയില്ലേ നിങ്ങൾ ചോദിക്കും. അന്ന് മൂപ്പരൊരു സിനിമാ നടൻ മാത്രമായിരുന്നു. 2ാമത് മത്സരം മൂപ്പരൊരു ചാരിറ്റി പ്രവർത്തനമൊക്കെ നടത്തി കൂടുതൽ ജനങ്ങളുമായിട്ട് അടുത്തു. ഇതെല്ലാം ഉപരിയായിട്ട് മൂപ്പരെ ഒരു വൃത്തികെട്ടവനായി കാണിക്കാനുള്ള ശ്രമങ്ങൾ പിന്നെ എതിരാളികൾ നടത്തിയപ്പോൾ എന്നാൽ ഒരു പണി തിരിച്ചു കൊടുക്കണമെന്ന് പിന്നെ ആളുകൾ നിശബ്ദമായി വിചാരിച്ചു. നിശബ്ദരായിട്ടുള്ള ആളുകൾ. അതായത് മൂപ്പര് സുരേഷ് ഗോപി ഒരു സ്ത്രീനോടൊന്നും അങ്ങനെ പെരുമാറുമെന്ന് ആരും കരുതില്ല. എസ്പെഷ്യലി പകൽ മധ്യത്തിൽ അത് മാധ്യമം പുറത്തുകൊണ്ട്. അപ്പോൾ അത് സത്യത്തിൽ മൂപ്പരെ ടർണിഷ് ചെയ്യാൻ ശ്രമിച്ചാൽ മൂപ്പര് ഗുണം ചെയ്തു. ഒരു പാവം മനുഷ്യനെ പെണ്ണ് കേസ് പെടുത്താൻ നോക്കുന്നതിൻ്റെ ഇമേജായി. 2 മൂപ്പര് ആ മാതാവിന് കിരീടം കൊടുത്ത സമയത്ത് അത് ചെമ്പാന്ന് പറഞ്ഞപ്പോഴാണ്. എന്നാൽ അവർ പോയി പരിശോധിച്ചപ്പോൾ പരിശോധിച്ചില്ലല്ലോ. പിന്നെ ആ കിരീടം അർപ്പിച്ചപ്പോൾ അത് താഴെ വീണപ്പോൾ അത് വന്ന് പരിഹസിച്ചു. പക്ഷെ ആ സമയത്ത് സുരേഷ് ഗോപിൻ്റെ മുഖഭാവം ഉണ്ടാവും, വിഷമം. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഭക്തിയാണ് കാണിക്കുക. ഇതൊക്കെ ജനങ്ങളൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഇവരെ ഈ നെഗറ്റീവായി കാണിച്ചതെല്ലാം തന്നെ. പിന്നെ സുരേഷ് ഗോപി ഡാൻസ് ചെയ്താൽ പ്രശ്നം, ടോയ്ലറ്റിൽ പോയാൽ പ്രശ്നം, ഭക്ഷണം കഴിച്ചാൽ പ്രശ്നം, എന്തായാലും പ്രശ്നമായിരുന്നു. അപ്പോൾ ഇതെല്ലാം അവിടെ ഇങ്ങനെ ഒരാളെ ടർണിഷ് ചെയ്യുക, എസ്പെഷ്യലി അയാൾ അങ്ങനെ വെറുക്കപ്പെടേണ്ട ഒരാളല്ലെങ്കിൽ അയാൾക്ക് അനുകൂലമാണ്. പിന്നെ ഇത് നേതൃത്വം നൽകിയത് അതാ മീഡിയ വൺ ചാനലിനോട് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനിക്കും എന്താ മമത? ഒരു മമതയില്ല. അത് മുസ്ലിം ഏരിയയിൽ അവരൊരു പക്ഷേ പ്രചരിപ്പിച്ചില്ല. അങ്ങനെ ഒരു മുസ്ലിം സ്ത്രീകളെ വോട്ടും കൂടി സുരേഷ് ഗോപി കിട്ടിയെന്ന് തന്നെ ഞാൻ കരുതുന്നു. നമ്മൾ ഗുരുവായൂർ മണ്ഡലത്തിൽ വലിയ രീതിയിൽ 3ാം സ്ഥാനത്തായാലും അല്ല 2ാം സ്ഥാനത്തോ 3ാം സ്ഥാനത്തോ, പക്ഷെ വലിയ രീതിയിൽ 40,000-ന് പുറത്ത് വോട്ടുണ്ട്. അതേ പറഞ്ഞത് സ്ത്രീകളെ വോട്ടേ, മുസ്ലിം സ്ത്രീകൾ, എസ്പെഷ്യലി മുസ്ലിം സ്ത്രീകളെന്ന് വെച്ചാൽ അങ്ങനെ ഒരു അവർ നന്മയെ അംഗീകരിക്കുന്ന കൂട്ടത്തിലുള്ളത്. പക്ഷെ അവരിങ്ങനെ ആണുങ്ങളായിട്ട് തല്ലുണ്ടാകാനൊന്നും പോകില്ല. അപ്പോൾ ഇതൊക്കെ കൊണ്ടാണ് നമ്മളാണ് സുരേഷ് ഗോപി ജയിക്കുന്നത്. അത് രാജീവ് ജയിക്കും. പിന്നെ രാജീവിനെ തോൽപ്പിക്കണം ഇവിടെയുള്ള BJP-കാർ വിചാരിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് രാജീവിന് സംഭവിച്ചത്. അല്ല, രാജീവും ജയിച്ചു. ഞാൻ പൊതുവെ കേരളത്തിൻ്റെ കൊള്ളാവുന്നവരാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ വോട്ട് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ട്. അതിന് എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് രാജ്മോഹൻ ഉണ്ണിത്താൻ ചേട്ടൻ കാസർഗോഡ് പോലുള്ള മണ്ഡലത്തിൽ ജയിക്കുന്നതാണ്. ചില കാര്യമല്ലത്.
കാരണം കാസർഗോഡ് പറഞ്ഞാൽ തിരുവനന്തപുരം പോലെ തൃശ്ശൂർ പോലെയുള്ള ഒരു മണ്ഡലമല്ല. കാസർഗോഡ് എന്ന് വെച്ചാൽ അഹിരി പൊളിറ്റിക്കലായിട്ടുള്ള മണ്ഡലമാണത്. പാർട്ടി കുടുംബങ്ങളാണ്. അവിടെയാണ് തിരുവനന്തപുരത്ത് പോയ രാജ്മോഹൻ ഉണ്ണിത്താൻ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപി ഇംഗ്ലീഷൊക്കെ ഉണ്ട്, ഹിന്ദിയൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ സുരേഷ് ഗോപിനെ പോലത്തെ ഒരു പേഴ്സണാലിറ്റി അല്ല, രാജീവിനെ പോലത്തെ ഒരു വിഷ്ണു ഒന്നല്ല. അദ്ദേഹം ഒരു പക്കാ പൊളിറ്റീഷ്യനാണ്. ആദ്യം പോയപ്പോൾ ആ കൃപേഷിൻ്റെ ഒക്കെ ഇതിൽ ജയിച്ചു, അതൊക്കെ. രണ്ടാമത് ഉണ്ണിത്താൻ ചേട്ടൻ ജയിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പോയിട്ടും ഞാൻ പറഞ്ഞു ജയിക്കില്ല എന്നാണ്. കാരണം ജയിക്കാൻ സാഹചര്യമില്ല. അവിടെ ഭയങ്കര ഭൂരിപക്ഷത്തിലല്ലേ ജയിച്ചത്. ഈ ഒരു ട്രെൻഡും ഇല്ലാതെ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ അവിടെ ഒരു MP, അവിടെ പാർട്ടിയുടെ കുത്തക മണ്ഡലമായതുകൊണ്ട് അവിടെയുള്ള MP കാര്യമായിട്ടൊന്നും കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവർ വരും പോവും, അവർ പൈസ ഉണ്ടാക്കിയിട്ടില്ല, കാര്യമായ മണ്ഡലത്തിന് വേണ്ടിയൊന്നും ചെയ്തില്ല. ഉണ്ണിത്താൻ ചേട്ടൻ കിട്ടിയ സമയത്ത് അവിടെ നിറഞ്ഞു നിൽക്കുകയും ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു. 1000 കോടിയോളം രൂപയുടെ വികസനം മറ്റോ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, റെയിൽവേ മേൽപ്പാല അധികൃതർ. കുറച്ച് കാര്യങ്ങളെ മുമ്പ് ചെയ്തിട്ടുള്ളൂ. അത് ജനങ്ങൾക്കിടയിൽ മമത ഉണ്ടാക്കിയിട്ടുണ്ട്. MP കാണാൻ കഴിയുന്നു. MP കാണാൻ കഴിയുന്നു എന്നുള്ള ഒരു കാര്യമുണ്ട്. പിന്നെ ആരാണെന്ന് വെച്ചാൽ താനാടാന്ന് പറയുന്ന ഒരു സ്വഭാവമാണ് മൂപ്പരുത്. അതായിരിക്കും മലബാറുടെ സ്വഭാവം നമ്മൾ പറയും. അത് മലബാർക്ക് ഇഷ്ടമാണ്. എനിക്ക് സത്യത്തിൽ സുരേഷ് ഗോപിയുടെ വിജയത്തെക്കാട്ടും അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ്റെ ക്ലോസ് ഫൈറ്റിനെക്കാട്ടും എന്നെ ഞെട്ടിച്ചത് രാജ്മോഹൻ ഉണ്ണിത്താൻ ചേട്ടൻ. അതുപോലെ ഷാഫിനെ പറ്റി എനിക്ക് നല്ല അഭിപ്രായം, നമ്മൾ നല്ല അഭിപ്രായം പറഞ്ഞു. പക്ഷേ ഷാഫി എങ്ങനെ വടകര പോലത്തെ മണ്ഡലത്തിൽ ജയിക്കും? അതല്ല കാര്യം. വടകര എന്ന നാദാപുരം ആ മണ്ഡലങ്ങൾ തന്നെ മുസ്ലിം ഹിന്ദു കോൺഫ്ലിക്റ്റ് നടക്കുന്ന സ്ഥലമാണ്. ആ കോൺഫ്ലിക്റ്റ് മുസ്ലിം സ്ഥാനാർത്ഥി N ബ്ലോക്കായിട്ട് എതിര് വോട്ട് ചെയ്യണം. പക്ഷെ അവിടെ അതല്ല സംഭവിച്ചത്. അപ്പോൾ അതിപ്പം ഈ അപൊളിറ്റിക്കൽ എന്ന് രാഷ്ട്രീയക്കാർ പുച്ഛിച്ച് പറയുന്ന ഒരു ഇലക്ടോറൽ സ്പേസ് കേരളത്തിൽ ശക്തിപ്പെടുകയാണ്. അപൊളിറ്റിക്കൽ എന്ന് വെച്ചാൽ ഇവന്മാരെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമല്ലാന്നേ ഉള്ളൂ. അവർക്ക് പൊളിറ്റിക്സ് ഉണ്ട്. നാടിന് വേണ്ടത് എന്താണ്, ആരാണ് കൊള്ളാവുന്നതെന്ന് തോന്നൽ അവർക്കുണ്ട്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് അത് ഇപ്പം തൃശ്ശൂർ അതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് തൃശ്ശൂർ. അല്ല, ഇപ്പോൾ ഏറ്റവും അവസാനം ഒരു KSUവിൻ്റെ നേതാവ് സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് കാട്ടി പരാതി കൊടുത്തിട്ടുണ്ട്. അല്ല, വെറും രാഷ്ട്രീയ ഗെയിമുകൾ. അത് മുമ്പ് മുകേഷിനെ കാണാനില്ലെന്ന് തോന്നിട്ടൊന്ന് കംപ്ലൈൻറ്റ് കൊടുത്തില്ലേ? അതേ അത്രയേ ഉള്ളൂ. അതൊക്കെ ഏതൊരു പിതാവ് എനിക്ക് തോന്നുന്നു തിമിത്തിയോസോ സുരേഷ് ഗോപിനെ ഒരു എന്താ നടനെ ജയിപ്പിച്ച് വിട്ട് കാണാനില്ലെന്ന് തോന്നി. പിന്നെ നടൻ 24 മണിക്കൂർ അവിടെ പോയി തുള്ളി കളിച്ചോണ്ടിരിക്കണം. നടനെ കാണാൻ അയാളെ സിനിമ ഉണ്ടാൽ മതി. ഇതുപോലെ ലേലം ഒന്നും കൂടി കാണും, ചക്ക് വെച്ച് അല്ല കമ്മീഷണർ പോയി കാണും. അമ്മയുണ്ടോ മോഹം. പിന്നെ സുരേഷ് ഗോപി അവിടെ പോയി ഡാൻസ് കളിക്കണം. അയാൾ കാര്യം ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് സുരേഷ് ഗോപിൻ്റെ കാര്യം ഭയങ്കര കഷ്ടമാണ്. സുരേഷ് ഗോപി ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് ജോഷി സാറിൻ്റെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ. ജോഷി സാറിൻ്റെ സിനിമയിൽ ആരായാലും ജോഷി സാർ പറയുമ്പോൾ അഭിനയിച്ച് പെർഫെക്ഷൻ വേണം. ഈ അവസ്ഥയാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. മോഡി അവിടെ നിന്ന് പണി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ജാർഖണ്ഡിലാണെങ്കിൽ നാളെ മിസോറാം റിപ്പോർട്ടിംഗ് ആണ് മൊത്തം. ഇതൊരു മാസം ആഴ്ചയിൽ അവസാനം റിപ്പോർട്ട് കൊടുക്കണം, മാസം വേറെ റിപ്പോർട്ട് കൊടുക്കണം. ഇങ്ങനെയുള്ള പരിപാടിയാണ്. അതുകൊണ്ടാണ് മൂപ്പര് അധികം വിസിബിൾ അല്ലാത്തത്. പിന്നെ ഇവരുടെ പ്രശ്നം കന്യാസ്ത്രീകളുടെ പ്രശ്നമല്ല, അത് പരിഹരിക്കപ്പെട്ടല്ലോ. ഇവിടെ നിങ്ങൾ ഇവിടെ കോൺഗ്രസ്സുകാരോ കമ്മ്യൂണിസ്റ്റുകാരോ പോയിട്ട് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടത്. ആ പ്രശ്നം പരിഹരിക്കപ്പെട്ട അനൂപ് ആന്റണി അവിടെ പോകുന്നു, രാജീവ് ചന്ദ്രശേഖർ ഇടപെടുന്നു, സുരേഷ് ഗോപി ഇടപെടുന്നു. BJP ഗവൺമെൻറ്റാണ് അവിടെ ഭരിക്കുന്നത്. അവരെ എതിർത്തില്ല, കോടതി ശക്തമായി എതിർത്തില്ല. അതുകൊണ്ടാണ് ജാമ്യം കിട്ടിയത്. അതായത് ഫോട്ടോ എടുക്കാൻ കുറച്ചെണ്ണം പോയിട്ടുണ്ടായിരുന്നു. ഫോട്ടോ എടുത്ത് തന്നാൽ അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ബ്രിട്ടാസ് അടക്കമുള്ളവർ അവിടെ ഇത് ഫോട്ടോ എടുക്കാനാണ്. എല്ലാത്തിനും അല്ല, ബ്രിട്ടാസാനോട് എനിക്ക് സ്നേഹവും ബഹുമാനം കണ്ടു. പക്ഷെ ബ്രിട്ടാസാൻ എന്ത് ചെയ്യാനവിടെ? അവിടെ BJP ഗവൺമെൻറ്റാണ്. അവരെ അജണ്ട കൺവേർഷൻ എതിരാണ്. കൺവേർഷൻ എന്നുള്ള ആരോപണമാണ് ഉന്നയിക്കപ്പെട്ടത്. അവിടെ അവരെ ഏതെങ്കിലും രീതിയിൽ സ്വാധീനിക്കാൻ പറ്റിയ ഇവിടുത്തെ BJPക്ക് പറ്റിയിട്ടുള്ളൂ. അതിന് അനൂപ് അവിടെ പോയത്, അനൂപിനാണ് പറ്റിയിട്ടുള്ളത്. രാജീവ് ചന്ദ്രശേഖർ സുരേഷ് ഗോപിക്കൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്ന് കളിച്ചു. അങ്ങനെയാണത് ഒഴിവായി കിട്ടിയത്. അത് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ചിന്തിച്ചുകൂടെ? എന്നിട്ട് ഒരാൾ അനൂപിനെ അങ്ങോട്ട് തള്ളി മാറ്റിയിട്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അനൂപ് പറയുന്നുണ്ട് അനൂപിൻ്റെ ആവശ്യത്തില്ല. അപ്പോൾ അതത്രേ ഉള്ളൂ. ഈ രീതിയിൽ നമ്മൾ ആ സംഭവത്തിൽ മൗനം പാലിക്കുന്നു എന്നാണ്. അതുപോലെ തന്നെ ഇപ്പോൾ തുടർച്ചയായി തന്നെ ഈ ആ ശബ്ദത്തെ വിഷയത്തിൽ മൗനം പാലിച്ചേ പറ്റുള്ളൂ. കാരണം കൺവേർഷൻ എന്ന ആരോപണം കിടക്കുകയാണ്. ഇതൊരു റിയാലിറ്റിയാണ്. ഈ വിഷയത്തിൽ അത് ഇൻവോൾവ് ആയിട്ടുണ്ടോ ഇല്ലതൊക്കെ കോടതി പറയട്ടെ. അപ്പോൾ ഒരു BJPക്കാരനെ സംബന്ധിച്ച് കൺവേർഷനെതിരെ നിൽക്കുന്ന BJPക്കാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്ത് പറയാനാ? അയാൾ സത്യത്തിൽ സുരേഷ് ഗോപി ഇപ്പൊ ലക്ഷ്യമിടുന്നു. പൂരം കലക്കി വിവാദം പറയുന്നു. ഈ വോട്ടർ പട്ടിക വിവാദം വരുമ്പോൾ, കന്യാസ്ത്രീ വിഷയം വരുമ്പോൾ, അതോടൊപ്പം എന്ത് വിഷയം വന്നാലും സുരേഷ് ഗോപി മറുപടി പറയണം എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ചിരിയിൽ ഭൂകമ്പുണ്ടേ സുരേഷ് ഗോപിനോട് മറുപടി പറയുമ്പോൾ? അയാൾക്ക് പണിയില്ലേ? ഇവിടെ വേറെ എത്ര ആളില്ല, അവർ മറുപടി ആയിട്ടെന്ന്. അയാൾ കേന്ദ്ര സഹമന്ത്രിയല്ലേ, അയാളെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവര് പറയും സുരേഷ് ഗോപി ചെയ്യും, അത്രയേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.